Debye theory or phonon gas. ഓക്കെ, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഒരു ഡിസ്ക്രിപ്പൻസി പറഞ്ഞിരുന്നു. അതായത് ലോ ടെമ്പറേച്ചറിൽ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, വയലേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആ ഡിസ്ക്രിപ്പൻസി വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഐൻസ്റ്റീൻ തിയറിയിലെ ഒരു പോസ്റ്റുലേറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഓൾ ആറ്റംസ് അല്ലെങ്കിൽ ഓൾ പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റ് എ സിംഗിൾ ഫ്രീക്വൻസി. ഓൾ ആറ്റംസ് വൈബ്രേറ്റിംഗ് അറ്റ് എ സിംഗിൾ ഫ്രീക്വൻസി ദാറ്റ് വി കോൾ ടു ഒമേഗ ഇ. അതായത് എല്ലാ ആറ്റവും വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫ്രീക്വൻസിയിലാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ആ ഒരു വയലേഷൻ അവിടെ വന്നത്. ഡിബേ തിയറിയിൽ ഡിബേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രൊപ്പോസ് ചെയ്തത് എത്ര ആറ്റംസ് ഉണ്ടോ, ഫോർ എക്സാമ്പിൾ n ആറ്റംസ് ഉണ്ട്, അപ്പോൾ അതിനാണെങ്കിൽ അതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും, 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ആറ്റവും വൈബ്രേറ്റ് ചെയ്യുന്നത് 3n ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലാണ്. അതായത് ഓരോ ആറ്റവും വൈബ്രേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലാണ്. ഇതൊരു എന്തുണ്ടാവാം, ഡിസ്ക്രീറ്റ് എനർജി ഉണ്ടാവാം, ഡിസ്ക്രീറ്റ് അല്ല, ഡീജനറസി ഉണ്ടാവാം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ, ബട്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്നത് n ആറ്റംസ് ഉണ്ടെങ്കിൽ അവിടെ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ആറ്റവും വൈബ്രേറ്റ് ചെയ്യുന്നത് 3n ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലാണ്. നമുക്ക് ഒമേഗ 1, ഒമേഗ 2 എക്സെട്ര ഒമേഗ 3n എന്നുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലായിരിക്കും എന്തുണ്ടാവുക, മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുക. ഇവിടെ ഈ തിയറിയിൽ വേറൊരു സജഷൻ എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് അല്ല, പകരം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇലാസ്റ്റിക് മോഡായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിബേ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ഡിബേ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് വിൽ ബി നോട്ട് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ഓർ ഡിസ്ക്രീറ്റ് ആറ്റംസ്, ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂം ഇലാസ്റ്റിക് മോഡൽ അല്ലെങ്കിൽ മീഡിയം. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ഇതിലുള്ള ഓരോ നോർമൽ ബോഡിയിലുള്ള വൈബ്രേഷനാണ് ഒമേഗ 1, ഒമേഗ 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നോർമൽ മോഡ്സ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആണ് എന്തിന് ഈ നോർമൽ മോഡായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇനി ഇവിടെ നമ്മൾ ഫോണോണിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഫോണോൺ ആകുമ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളാണ്. മാത്രമല്ല അതിൻ്റെ ഇൻറ്റഗ്രൽ ആംഗുലാർ മൊമെൻറ്റം, അതിന് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻറ്റഗ്രൽ വാല്യൂ ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ വാല്യൂ ആണ്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓഫ് ദ നമ്പർ ഓഫ് ഫോണോൺസ്. ഫോണോൺസിൻ്റെ കേസിൽ എന്തില്ല, അതൊരു എന്താ പറയുക, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എത്ര ഫോണോൺസ് വേണമെങ്കിലും ഒരു സിംഗിൾ ലെവൽ അല്ലെങ്കിൽ ഒരു ഗിവൺ, ഇവിടെ മോഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. There is no restriction. A number of phonons are present in a given mode. ഒരു മോഡിൽ തന്നെ നമ്പർ ഓഫ് ഫോണോൺസ് എന്ത് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ഇതൊരു പ്ലെയിൻ വേവ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്ലെയിൻ വേവ്, നമുക്കറിയാം പ്ലെയിൻ വേവ് എന്ന് പറയുമ്പോൾ അവിടെ 3 പ്രൊപ്പഗേഷനാണ്, 3 ടൈപ്പ് ഓഫ് പ്ലെയിനാണ് എന്ത് ചെയ്യുക, പ്ലെയിൻ വേവ് ആണ് എന്ത് ചെയ്യുക സോളിഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിൽ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂണിലുമാണ് എന്ത് ചെയ്യുക സാധാരണ ഉണ്ടാകുന്നത്. ഇവിടെ പ്ലെയിൻ വേവിൽ 3 ടൈപ്പ് ഉണ്ട്. ആ 3 ടൈപ്പിൽ 2 എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആണ്, 1 എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണിലാണ്. അങ്ങനെ 3 നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് ഈ ഫോണോണിൻ്റെ കേസിലുള്ളത്. ഇതിൽ അക്കോർഡിംഗ് ടു ഡിബേ തിയറി അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വേവിൻ്റെ കേസിൽ 3 അതായത് 3 തരത്തിലുള്ള 2 തരത്തിലുള്ള പോളറൈസേഷൻ ഉണ്ടോ, പക്ഷെ 3 തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ട്. അതിൽ 2 എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആണ്, 1 എന്ന് പറയുന്നത് എന്താണ് ലോഞ്ചിറ്റ്യൂഡിനുമായിരിക്കും. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവിലൂടെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ ന്യൂ എൽ ആയിട്ട്, ഞാനിവിടെ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യും, ന്യൂ എൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ലോഞ്ചിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട്
ട്രാൻസ്വേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂ ടിയും ലോഞ്ചിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂ എൽ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്പർ ഓഫ് മോഡ്സ്. നമ്മൾ പറഞ്ഞ നമ്പർ ഓഫ് മോഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ലെവൽസ് ആണ് നമ്പർ ഓഫ് മോഡ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോഡ്സ് ആണ് ആദ്യം കാണേണ്ടത്. അതിന് നമ്മൾ ലിമിറ്റ് കൺസിഡർ ചെയ്യണം. ഒമേഗയും ഒമേഗ പ്ലസ് ഡി ഒമേഗ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇൻ്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് കാണണം. അതിനു വേണ്ടി നമുക്ക് സിഗ്മ ഒമേഗ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോഡ്സ് ആണ്. ഡാഷ് ഡി ഒമേഗ ഏത് ലെവലാണ്? ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ എനർജി ഇൻ്റർവെല്ലാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി എക്സ് എന്ന വോളിയം ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പൈ സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡ് ബൈ ന്യൂ എൽ സ്ക്വയർ പ്ലസ് 2 ഡിവൈഡ് ബൈ ന്യൂ ടി സ്ക്വയർ ഇൻറ്റു ഡി ക്യൂബ്. ഓക്കെ, ക്യൂബാണ്. ന്യൂ എൽ ക്യൂബ് plus 2 divided by nu t cube into d omega. Here v is the volume, omega is the angular frequency, then nu l is the longitudinal velocity, transverse velocity. അത് രണ്ട് മോഡ് ഉണ്ട്, അതുകൊണ്ടാണ് രണ്ടെന്ന് കൊടുക്കാനുള്ള കാരണം. d omega. Then they assumed that the spectrum has a cutoff at the upper limit omega d. അതായത് ഈ ഒരു എന്താ പറയുക, സ്പെക്ട്രം എന്ന് പറഞ്ഞത് ഒരു കട്ട് ഓഫ് ലിമിറ്റ് ഉണ്ട്. 0 മുതൽ ഒമേഗ ഡി വരെയാണ് എന്ത് ആ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് മൊത്തം സ്പെക്ട്രം കൺസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റർവെല്ലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 3n ആണ്. കൺസെപ്റ്റ് ഓക്കെ ആണോ? അതായത് ഡിബേ അസ്യൂംഡ് ദാറ്റ് ദ സ്പെക്ട്രം ഈസ് ദ കട്ട് ഓഫ് അറ്റ് അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒമേഗ ഡി ആയിട്ട് എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് മോഡ്സിനെ 0 to ഒമേഗ ഡി കൊണ്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എന്ത് കിട്ടും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. ദാറ്റ് ഈസ് വിൽ ബി 3n. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇൻറ്റഗ്രൽ 0 to ഒമേഗ ഡി സിഗ്മ ഒമേഗ ഡി ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3n ആയിരിക്കും. where 3n is the maximum frequency, where ഒമേഗ ഡി എന്ന് പറയുന്നത് ഡിബേ ഫ്രീക്വൻസി എന്നാണ് പറയുക. ഡിബേ ഫ്രീക്വൻസി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസിയാണ് ഫോണോൺസ് ഇൻ എ ക്രിസ്റ്റൽ. മാക്സിമം ഫ്രീക്വൻസി ഓഫ് ഫോണോൺസ് ഇൻ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിലെ ഫോണോണിൻ്റെ മാക്സിമം ഫ്രീക്വൻസിയാണ് എന്ത് ഈ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഒമേഗ 0 to ഒമേഗ ഡി വി ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പൈ സ്ക്വയർ 1 divided by nu L cube plus 2 divided by nu T cube into d omega, that is equal to 3n. Then നമുക്ക് ഒമേഗ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷ്യൽ ചെയ്യണം. v divided by 2 pi square കോൺസ്റ്റൻ്റ് ആണ്. by 1 divided by nu L cube plus 2 divided by nu T cube അതും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇൻറ്റഗ്രൽ ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് ഒമേഗ ഡി ക്യൂബ് ഡിവൈഡ് ബൈ 3 വരും. That is equal to 3n. That will be equal to v omega d cube divided by 6 pi square 1 divided by nu L cube plus 2 divided by nu T cube is equal to 3n. Then omega d cube is equal to 18 n pi square divided by v 1 divided by nu L cube plus 2 divided by nu T cube all raised to -1. This is the maximum frequency of the phonon in a crystal. This is the maximum frequency. Then from this 1 divided by nu L cube plus 2 divided by nu T cube is equal to 18 n pi square divided by v omega d cube. This one. And from we have omega sigma omega is equal to ഇതിൻ്റെ തൊട്ട് മുമ്പിലെ റിലേഷൻ v omega square into 2 pi square 1 divided by nu L cube plus 2 divided by 2 nu T cube d omega. അതായത് തൊട്ട് മുമ്പ് പറഞ്ഞ റിലേഷൻ, അതായത് this one, അതായത് ഈ റിസൾട്ട്.
ഇതിൽ ഈ ടേമിന് വേഗം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ വി ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2π², ഇതിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിൽ 18n π² ഡിവൈഡഡ് ബൈ വി ഒമേഗ ടി ക്യൂബ് ഇൻറ്റു ഡി ഒമേഗ ഡി സിഗ്മ ഡി ഒമേഗ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വിയും ക്യാൻസൽ ചെയ്തു, π² ക്യാൻസൽ ചെയ്തു, ഇവിടെ 8 ഇവിടെ 8 9 ആയിട്ട് വന്നു. അപ്പം 9n ഒമേഗ² ഡിവൈഡ് ബൈ ഒമേഗ ഡി ക്യൂബ് ഇൻറ്റു ഡി ഒമേഗ. ദിസ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഒമേഗ ഡി ഒമേഗ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 0 to ഒമേഗ ഡി എന്ന് പറയുന്ന ഫ്രീക്വൻസി ലിമിറ്റിലാണ്. ഒമേഗ ഡിനേക്കാൾ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് മോഡ്സ് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം മാക്സിമം ഫ്രീക്വൻസിയാണ് ഒമേഗ ഡി. അപ്പോൾ സിഗ്മ ഒമേഗ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ഒമേഗ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് 9n ഒമേഗ² ഡിവൈഡ് ബൈ ഒമേഗ ഡി ക്യൂബ് when omega is less than omega d, 0 when omega greater than omega d. ഓക്കെ, ഈ രീതിയിൽ എഴുതാം. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി കാണണം. ഇൻറ്റേർണൽ എനർജി ഈക്വൽ ടു യു ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ മീൻ occupation value into epsilon, that is equal to, this summation can be exchanged with the integral, that will be equal to integral 0 to omega d expectation of n omega epsilon. ഇവിടെ സമ്മേഷൻ നമ്മൾ ഡെൻസിറ്റി നമ്പർ ഓഫ് മോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. സിഗ്മ ഒമേഗ ഡി ഒമേഗ, 0 to ഒമേഗ ഡി മാത്രമാണ് എന്തെങ്കിലും നമ്പർ ഓഫ് മോഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to ഒമേഗ ഡി എപ്സിലോൺ ഡിവൈഡഡ് ബൈ n expectation of n epsilon. Here expectation of expectation value എന്ന് പറഞ്ഞതാണ് 1 ഡിവൈഡ് ബൈ s raised to minus 1 e raised to beta epsilon minus 1 ആണ്. ഇയർ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, ഫോണോണിൻ്റെ കേസിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ e raised to beta epsilon minus 1 എന്ന് എഴുതാം. ദെൻ സിഗ്മ ഒമേഗ എന്ന് പറഞ്ഞാൽ 9n ഒമേഗ² ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ക്യൂബ് ഇൻറ്റു ഡി ഒമേഗ, വേർ എപ്സിലോൺ ഈക്വൽ ടു h cut ഒമേഗ. അവയെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to ഒമേഗ ഡി h cut ഒമേഗ ഡിവൈഡ് ബൈ e raised to h cut ഒമേഗ ഡിവൈഡ് ബൈ kt, 9n ഒമേഗ² ഡിവൈഡ് ബൈ ഒമേഗ ഡി ക്യൂബ് ഇൻറ്റു ഡി ഒമേഗ. ദിസ് ഈസ് ദ ഇൻറ്റേർണൽ എനർജി. ഇനി ഇതിൻ്റെ കോൺസ്റ്റൻ്റ് എല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കണം. യു ഈക്വൽ ടു 9n h cut ഡിവൈഡ് ബൈ ഒമേഗ ഡി ക്യൂബ് കോൺസ്റ്റൻ്റാണ്, പുറത്തേക്ക് എടുത്തു. ഇൻറ്റഗ്രൽ 0 to ഒമേഗ ഡി ഒമേഗ ക്യൂബ് ഡിവൈഡ് ബൈ e raised to h cut ഒമേഗ ഡിവൈഡ് ബൈ kt minus 1 ഇൻറ്റു ഡി ഒമേഗ. പുട്ട് x is equal to h cut omega divided by kt, that is equal to theta d divided by t, where theta d is called is equal to h cut omega divided by k is called d by characteristic temperature. അങ്ങനെയാണെങ്കിൽ dx is equal to h cut divided by kt into d omega. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ യു ഈക്വൽ ടു 9n h cut ഡിവൈഡ് ബൈ ഒമേഗ ഡി ക്യൂബ് ഇൻറ്റഗ്രൽ 0 to തീറ്റ ഡി ഡിവൈഡ് ബൈ ടി. കാരണം തീറ്റ ഡി ആണ് നമുക്കിവിടെ എന്ത് കിട്ടുക, അല്ലെങ്കിൽ ഓക്കെ തീറ്റ ഡി ആണ് നമുക്കിവിടെ എന്ത് കിട്ടുക. അപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ഇവിടെ ഓക്കെ ഈ ഒമേഗ ഡിബൈ ടെമ്പറേച്ചർ ആകുമ്പോഴാണ് എന്ത് കിട്ടുക, തീറ്റ ഡി കിട്ടുക കേട്ടോ. എക്സ്ചേഞ്ചിൻ്റെ മാറ്റുണ്ട്. എക്സ് is equal to h cut ഒമേഗ ബൈ ടി, ദെൻ തീറ്റ ഡി is equal to h cut ഒമേഗ ഡി ഡിവൈഡ് ബൈ കെ എന്നതാണ് റിസൾട്ട്. തീറ്റ ഡി is equal to h cut ഒമേഗ ഡി. ഒമേഗ ഡി കിട്ടാനുള്ളത് ഡിബൈ ടെമ്പറേച്ചർ ആകുമ്പോഴാണ് ഡിബൈൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ നമുക്ക് കിട്ടുക. ഒമേഗ
അതായത് ഡി ബൈ ഫ്രീക്വൻസി ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഡി ബൈ ടെമ്പറേച്ചർ കിട്ടുക. ഇപ്പോൾ തീറ്റ ഡി ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ ഡി ഡിവൈഡ് ബൈ കെ. അപ്പോൾ ഇവിടെ ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, തീറ്റ ഡി ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാം. തീറ്റ ഡി ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാം. അതാണ് ഇവിടെ ഒമേഗ ഡിക്ക് പകരം, അതായത് ഈ ഇൻ്റഗ്രലിന് പകരം തീറ്റ ഡി ഒമേഗ ഡിക്ക് പകരം ഈ വാല്യൂ നമ്മൾ എഴുതുന്നത്. ഇനി ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് വൺ എങ്ങനെ എഴുതാം, കെ ടി എക്സ് ഡിവൈഡ് ബൈ എച്ച് കട്ട് ഹോൾ ക്യൂബ് then divided by e raised to x minus 1 d omega എന്ന് പറഞ്ഞാൽ കെ ടി ഡിവൈഡ് ബൈ എച്ച് കട്ട് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9n എച്ച് കട്ട് ഡിവൈഡ് ബൈ ഒമേഗ ഡി ക്യൂബ്. ഇവിടെ കെ റേസ് ടു 4 ടി റേസ് ടു 4 ഡിവൈഡ് ബൈ എച്ച് കട്ട് 4. ഇൻ്റഗ്രൽ 0 ടു തീറ്റ ഡി ഡിവൈഡ് ബൈ ടി എസ് ക്യൂബ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1. ഓക്കെ, ഈ രീതിയിൽ കിട്ടും. ദെൻ കെ റേസ് ടു 4. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 9n എച്ച് കട്ട് ഡിവൈഡ് ബൈ ഒമേഗ ഡി ക്യൂബ്. ഇവിടെ എന്ത് ചെയ്യണേ, കെ ക്യൂബ് എന്നുകൂടി ഇതിൽ എഴുതാണ്. കെ ക്യൂബ് പിന്നെ കെ ടി റേസ് ടു 4 ഡിവൈഡ് ബൈ എച്ച് കട്ട് ക്യൂബ് ഡിവൈഡ് ബൈ എച്ച് കട്ട്. അതായത് കെനെയും എച്ചിനെയും ഞാൻ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഇനി ഇൻ്റഗ്രൽ 0 ടു തീറ്റ ഡി ഡിവൈഡ് ബൈ ടി എസ് ക്യൂബ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1. ഇനി നോക്കാം, ഇവിടെ നോക്കാം, ഒമേഗ ഡി എച്ച് ഡിവൈഡ് ബൈ കെ എന്താണ്, തീറ്റ ഡി ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം, 9n എച്ച് കട്ട് ഡിവൈഡ് ബൈ തീറ്റ ഡി ക്യൂബ് കെ ടി റേസ് ടു 4 ഡിവൈഡ് ബൈ എച്ച് കട്ട് ഇൻ്റഗ്രൽ 0 ടു തീറ്റ ഡി ഡിവൈഡ് ബൈ ടി എസ് ക്യൂബ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1. ഓക്കെ, ഈ രീതിയിൽ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ദിസ് ഈസ് ദ ഇൻറ്റേർണൽ എനർജി അക്കോർഡിംഗ് ടു ദ ഡിബേ തിയറി. ഇനി നമുക്ക് ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറുള്ള കേസ് കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ടെമ്പറേച്ചറിൻ്റെ കേസാണ് കാണുന്നത്. കേസ് 1, ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ തീറ്റ ഡി. തീറ്റ ഡിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ടി ഇന്ന് കൂടുതലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് വെരി വെരി ലെസ് ദാൻ 1. കാരണം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ ഡിവൈഡ് ബൈ കെ ടി ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ആയിരിക്കും. ഇ റേസ് ടു എക്സ് മൈനസ് 1 എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കും, എക്സിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, യു ഈക്വൽ ടു 9n എച്ച്, ഈ എച്ചും ക്യാൻസൽ ചെയ്ത് പോയി, കെ ടി റേസ് ടു 4 ഡിവൈഡഡ് ബൈ തീറ്റ ഡി ക്യൂബ് ഇൻ്റഗ്രൽ 0 ടു തീറ്റ ഡി ഡിവൈഡ് ബൈ ടി. ഇവിടെ എസ് ക്യൂബ് ഉണ്ട്, എസ് ക്യൂബ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9n കെ ടി റേസ് ടു 4 ഡിവൈഡ് ബൈ തീറ്റ ഡി ക്യൂബ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് എസ് സ്ക്വയർ വന്നു. പക്ഷേ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ എസ് ക്യൂബ് വരും. ഇപ്പോൾ എസ് ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫ്രം 0 ടു തീറ്റ ഡി ഡിവൈഡ് ബൈ ടി. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 9n കെ ടി റേസ് ടു 4 ഡിവൈഡ് ബൈ തീറ്റ ഡി ക്യൂബ് തീറ്റ ഡി ഡിവൈഡ് ബൈ 3t. തീറ്റ ഡി ക്യൂബ് ഇൻറ്റു ഡിവൈഡ് ബൈ 3t സ്ക്വയർ എന്ന് വരും. ഇനി ഈ തീറ്റ ഡി ക്യൂബും ഈ തീറ്റ ഡി ക്യൂബും ക്യാൻസൽ ചെയ്യാം. ഈ 3യും 3യും ക്യാൻസൽ ചെയ്താൽ 3 വരും. അപ്പോൾ ടി ക്യൂബും ടി റേസ് ടു 4 ക്യാൻസൽ ചെയ്താൽ ടി വരും. അപ്പോൾ യു ഈക്വൽ ടു എന്ത് വന്നു, 3nkt എന്ന് വരും. യു ഈക്വൽ ടു 3nkt. അപ്പോൾ യു ഈക്വൽ ടു 3nkt എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ സി വി ഈക്വൽ ടു ഡോ യു ഡിവൈഡ് ബൈ ഡോ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 3nk. അതായത് അപ്പർ ലിമിറ്റിൽ ഹൈ ലിമിറ്റ് ടെമ്പറേച്ചറിൽ
ഐൻസ്റ്റീൻ തിയറിയും ഡുലോങ് പെറ്റീസ് ലോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി. അത് എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാലിഡ് ആവുന്നുണ്ട്. സോ നെക്സ്റ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുന്നത്, ആ വയലേഷൻ വരുന്നത്. അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ടി ഈസ് വെരി വെരി ലെസ് ദാൻ തീറ്റ ഡി എന്നതാണ്. വെരി വെരി ലെസ് ദാൻ തീറ്റ ഡി. ഇപ്പോൾ ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ തീറ്റ ഡിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെന്നാണ്. ഇപ്പോൾ തീറ്റ ഡി ഡിവൈഡ് ബൈ ടിൻ്റെ വാല്യൂ അപ്രോക്സ് ടു എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ യു ഈക്വൽ ടു 9n k T⁴ ഡിവൈഡഡ് ബൈ തീറ്റ ഡി ക്യൂബ് ഇൻ്റഗ്രൽ 0 ടു തീറ്റ ഡി ഡിവൈഡ് ബൈ ടി ആണ്. ഇത് നമുക്ക് എന്തായിട്ട് എഴുതാം, ഇൻഫിനിറ്റി ആക്കി എഴുതാം. s³ e⁻⁻⁻1 × dx. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രം 0 ടു ഇൻഫിനിറ്റി, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π⁴ ഡിവൈഡ് ബൈ 15 ആണ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം 9n k T⁴ ഡിവൈഡ് ബൈ തീറ്റ ഡി ക്യൂബ് π⁴ ഡിവൈഡ് ബൈ 15, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 3/5 9 k T⁴ π⁴ ഡിവൈഡഡ് ബൈ തീറ്റ ഡി ക്യൂബ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ദ ഇന്റേണൽ എനർജി. Then CV is equal to dou u divided by dou t, that is equal to 3/5 n k T⁴ π⁴ t cube divided by theta d cube, that is CV is directly proportional to t cube. CV is directly proportional to t cube എന്ന് കിട്ടി. That is specific heat at a low temperature varies with t cube. ടി ക്യൂബിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. സോ ദിറ്റ് ഈസ് എ ക്ലാസിക്കൽ തിയറിയിൽ ലോ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരുന്നു. എന്നാൽ ഐൻസ്റ്റീൻ തിയറി പ്രകാരം ലോ ടെമ്പറേച്ചറിൽ ഇറ്റ് ഈസ് അപ്രോച്ച് 0, എക്സ്പോണൻഷ്യലി ഡീക്കേ ആണ്, ഡീക്കേ ചെയ്യുന്നതിൻ്റെ എക്സ്പോണൻഷ്യലി ഡീക്കേ ആണ്. ബട്ട് ഡിബേറ്റ് തിയറിയിൽ ദ റിസൾട്ട് വിൽ ബി ഹോൾഡ് വിത്ത് ദ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്. എക്സ്പെരിമെൻ്റൽ ടി ക്യൂബ് ആണെങ്കിൽ ആ ഒരു റിസൾട്ട് ഡിബേറ്റ് തിയറി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, വാലിഡ് ആവുന്നുണ്ട്. അതായത് എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ദിസ് ഈസ് ദ ഡിബേറ്റ് തിയറി. സോ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്, ദ കറക്റ്റ് തിയറി എന്ന് പറയുന്നത് ഡിബേറ്റ് തിയറിയാണ്. പക്ഷെ മറ്റു രണ്ട് തിയറികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കും. കാരണം ഇത് ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡുലോങ് ആണ്, പിന്നെ ഐൻസ്റ്റീൻ ആണ്. ദർ ആർ 2 ഫേമസ് തിയറി, ബട്ട് ദിസ് ഈസ് ദ മേജർ തിയറി ഫോർ ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ സോളിഡ്. ഈ ഒരു കാര്യം നമ്മൾ അടുത്ത സെമസ്റ്ററിൽ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ മൂന്നാമത്തെ മൊഡ്യൂൾ ഓവറായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ മൊഡ്യൂൾ ഓവറായിട്ടുണ്ട്. അപ്പോൾ നോക്കുക, പഠിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു വെരി മച്ച്.